കണ്ട സായപ്പൻ എഴുതുന്നുണ്ടാ? ഡെക്കറേഷനല്ല എല്ലാ പരിപാടിയും ഞാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേറെ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിനാ ഇലയെല്ലാം മുറിച്ചിട്ട് എന്താണ് സദ്യ വിളമ്പാൻ പോക്കാന്നോ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതല്ല, അതിനേക്കാളും വലിയൊരു പരിപാടി ഇവിടെ നടക്കാൻ പോവുകയാണ്. എന്തായിരിക്കും ആർക്കും അറിയാത്തൊരു പരിപാടിയാണ്. അതും ആരും ഇത് നടത്താത്തൊരു പരിപാടി, പ്രത്യേകതരം പരിപാടി. നമ്മൾ ഇന്നല്ല നാളെ, ഞാൻ ഇന്ന് പരിപാടിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഉള്ളത്. നിങ്ങൾക്കൊന്നും പറയാനുണ്ടോ? മൈക്കില്ല ആടാ, അതുകൊണ്ട് നിങ്ങൾ പറയാണ്ട് പറഞ്ഞോ. കലാവിരുത് എൻ്റെ കുറേ കഴിവുകൾ ഞാൻ ഇതിൽ പുറത്തെടുക്കുന്നുണ്ട് കേട്ടോ, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ നടക്കുക, ഇതിങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാം നല്ല ഷേപ്പിലെല്ലാം മുറിച്ചിട്ട് ആക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? പറഞ്ഞ് വിടുന്നൊരു പരിപാടി ഇല്ലേ നമ്മളെ ലഡുവും ജിലേബിയെല്ലാം കൊടുത്തിട്ട്. നമ്മുടെ വളകാപ്പാന്ന് നാളെ നടക്കാൻ പോകുന്നത്. നമ്മുടെ അല്ല, ഇതാ നമ്മുടെ വളകാപ്പാന്ന് നാളെ രാവിലെ, നാളെ ഉച്ചക്ക് നടക്കും. നാളെ വളവാക്കല്ല, ഇപ്പോൾ ഒരു വലിയ കടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു എഴുതാൻ വേണ്ടിയിട്ട് ഇലയെല്ലാം മുറിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് ഉള്ളത്. അതിനും പിന്നെ കുറച്ച് ചോറ് തിന്നാനുള്ള ഇലയും കൂടി ഉണ്ട് അതിൻ്റെ ഒന്നിച്ച്. അതിനത്ര മുറിച്ചിട്ട് കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത മുമ്പിലത്തെ പറമ്പത്ത് നിന്ന്. അപ്പം ബാക്കി പരിപാടികളെല്ലാം ഞാൻ എൻ്റെ കലാവിധികളെല്ലാം ഞാൻ കാണിച്ചു തരാട്ടെ. ഞാൻ തന്നെ എഴുതുന്നേ. ഇവരെ എഴുതാന്നെല്ലാം പറഞ്ഞിട്ട്, പക്ഷേ ഞാൻ വിടുക, ഞാൻ തന്നെ എഴുതും. ഇവർ വേറെയും കുറേ പരിപാടി ഉണ്ട്, ഇവർക്കൊന്നും അറിയാതെ. ഇവർക്ക് അറിയില്ലല്ലോ, നീ പറഞ്ഞു നീ പറഞ്ഞാ ഇല്ലല്ലോ. ഇല്ല, വേറെ പ്രത്യേകതരം പരിപാടിയെല്ലാം ഉണ്ട്. നമ്മളെ ഇവരെല്ലാം ഞെട്ടും നാളെ ഇത് കാണുമ്പോൾ. ഐസ്ക്രീം എല്ലാം തിന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്നോ. ഞാനിവിടെ പണിയെടുക്കുകയാണ്, കണ്ടാ. തിന്നാ പണി ആർക്കും മനസ്സിലാവില്ല. വിചാരിക്കുന്നുണ്ട് ഒരു തെർമോക്കോൾ പൈസ കൊടുത്താൽ കിട്ടൂല, നല്ല വൃത്തിക്കൊന്ന് വാങ്ങിക്കൂടെയെന്ന്. ഞാൻ വാങ്ങാൻ വേണ്ടി തുറന്നടിക്കെല്ലാം കയറി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഏടൊന്നും കിട്ടിയിട്ടില്ല സാധനം. കാർബോർഡിന് മൊത്തം പറ്റും, അതും കിട്ടിയിട്ടില്ല. ഇതെന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി അത് കണ്ടാ അറിയാലോ. ട്വിസ്റ്റാണ്, അല്ല സസ്പെൻസ് ആണ്. എന്തെല്ലോ ആയി. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ എന്നാ സംഭവം? ആയിരിക്കും കാർബോർഡ് ഇങ്ങനെ ആയിട്ടാ ഇപ്പോൾ സംഭവം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടേ. പാവം, ഇപ്പം ഇരുട്ടായിട്ട് സന്ധ്യക്ക് വന്നതാ, ഇപ്പം രാത്രിയായി. നന്നായിട്ട് തുടങ്ങിയതാ. ഇല മുറിക്കാൻ പോയി, ഇല മുറിച്ച് വെച്ചു. ഇപ്പം അടുത്തത് ഈ പണി ചെയ്യുന്നു. പിന്നെ വേറെ ആരും മുറിക്കും, നീ മുറിക്കുവാ? സായിച്ചേട്ടൻ്റെ കഴിവ് എല്ലാവരും കാണട്ടെ. സായി എന്തിനാ ഈ മരം വരക്കുന്നത്? നമ്മൾ ആരും ഇതുവരെ ചെയ്യാത്തൊരു വെറൈറ്റി പരിപാടി ചെയ്യാൻ പോകാന്ന്. എല്ലാരും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിചാരിക്കല്ലേ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് രാത്രി കല്ലിൽ ഇങ്ങനെ വരക്കണം, ഒരു ഇവന്റിന് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ പോരാ എന്നല്ലേ കുറച്ചൊക്കെ തോന്നുമല്ലേ? പക്ഷെ ഇതെല്ലാം മെമ്മറി അല്ലേ. ഞാൻ പറഞ്ഞ ഒരു ഇവന്റിനോ അങ്ങനത്തെ ഒന്നും കൊടുക്കാതെ നമുക്ക് നമ്മളേതായ രീതിയിൽ തന്നെ ചെറിയ രീതിയിൽ നല്ല രസത്തിൽ ചെയ്യാം. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതൊക്കെ ഒരു രസമല്ലേ, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇങ്ങനെ 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 ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മരം. ഗേൾ ഓർ ബോയ്. ഗേളിന് വേണ്ടി ഇവളിതാ റോസ് പേപ്പർ മുറിച്ചുകൊണ്ടിരിക്കുന്നു. ബോയ്ക്ക് വേണ്ടി ഇവള് തന്നെ നേരത്തെ നീല പേപ്പർ മുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. രാത്രി 11:30. കേറിങ് കേട്ടായി വേഗം വരണമെന്ന്. ഓ ഇതായിരുന്നു ഇത്രയും ഇല കിട്ടിയത് സായി? സൂം ചെയ്ത് നോക്കിയാട്ടെ. ഒറിജിനലാണ്, ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആക്കിയതാണ്. ഏതറ്റം വരെയും ഞാൻ പോകും കഷ്ടപ്പാടിൻ്റെ. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടി ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഇല എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതേപോലെ ആക്കി ഒട്ടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് പ്രിന്റ് എടുത്ത പോലെ ആക്കി. ഇനി നമുക്ക് പരിപാടി എന്ന് വെച്ചാൽ പൂക്കളൊക്കെ വെച്ച് ഒറിജിനൽ പൂവാട്ടോ. ഇതാണ്ട ഒറിജിനൽ പൂ, നല്ല മണമുണ്ട്, ഒറിജിനൽ പൂവാണ്. അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമ്മളിങ്ങനെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യാൻ പോക്കട്ടാ. ഇന്ന് എനിക്ക് ഉറക്കമില്ല രാത്രികൾ. ഒറ്റക്ക് ഒട്ടിക്കുന്ന ഞാൻ പറഞ്ഞു വീണോണ്ടിരിക്കുന്നടോ. നോക്കുന്ന എന്നാ ഇവിടെ സംഭവിക്കുന്ന അറിയാൻ വേണ്ടി. എന്നു
ആപ്പൻ എന്നാ ആക്കുന്നേ? ആ ഇതാണ് സംഭവം. പെയിന്റ് എടുത്തത് കൊണ്ടാണ് ഓൻ ഓടി വന്നത്. അൻവി കണ്ട സായപ്പൻ എഴുതുന്നുണ്ടാ? വായിച്ച വേണ്ട. ഇതെന്നാ അൻവി സായപ്പൻ വരക്കുന്നത്? സമയം ഏകദേശം 11:30-12 മണിക്ക് അടുപ്പിച്ചിട്ട് ആയിട്ടുണ്ട്. കൈ കാണിച്ച പാവത്തിന് മൈലാഞ്ചി ഇട്ടിട്ടില്ല. മൈലാഞ്ചി ഇടാണ്ട് കിടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. മൈലാഞ്ചി അല്ല, ഇവിടുത്തെ ഡെക്കറേഷൻ അല്ല, എല്ലാ പരിപാടിയും ഞാൻ തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേറെ ഒരു പരിപാടിയും പോയിട്ടൊന്ന് ഇടാൻ വേണ്ടി വിടാണ്ടുന്നത്. എല്ലാം ഞാൻ തന്നെ കൊളാക്കും, ഒന്നും വൃത്തിക്ക് നടക്കാൻ വിടൂല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് മൈലാഞ്ചി ഇട്ടിട്ട് എല്ലാം കൊളാവും. എല്ലാം കൊളായാലും പ്രശ്നമില്ല, കളർ കിട്ടിയാൽ മതി നമുക്ക്. പോരെ? ഇതാണ് വട്ടം. ഓക്കെ അല്ലേ? എല്ലാ പണിയും ഞാൻ എടുക്കുക. എന്താ വേണ്ടേ? ഒന്ന് ഞാൻ ശരിക്കും നോക്കട്ടെ. ഇത്രയെല്ലാം മതിയപ്പാ. അതിമനോഹരമായി മൈലാഞ്ചി ഇട്ട് കൊടുക്കപ്പെടും. കോണ്ടാക്ട് ഞാനെല്ലാം വിട്ടുകൊടുത്തിട്ടേ. എനിക്ക് അതല്ല ടാസ്ക്. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ കൈക്കും വേണമെന്ന് പറഞ്ഞു. ഞാൻ പറയും 2 കൈയും കൂട്ടി അടിച്ചത് അതല്ലേ നല്ലത്. ഞാൻ തൊഴിൽമൊത്തക്ക് വെക്കുന്നില്ല, നമുക്ക് ഒറ്റക്കടിക്കുന്നു. ഉണ്ടായിട്ടുന്ന കാര്യോ എന്തെങ്കിലും ഒരു പണി എടുക്കുവാടാ. എൻ്റെ ഷൂ ഉണ്ട്, എല്ലാം എടുത്ത് കളയലാപ്പൻ. പോകുമ്പോ അതെല്ലാം എടുത്തോന്ന് പറഞ്ഞിട്ട് എല്ലാം ഷൂ അടക്കം എടുത്ത് തരുന്നതാ. വണ്ടി പോന്നേ, വണ്ടിയുടെ പോന്നു. വണ്ടി പോയിക്കോ. വണ്ടിയിൽ വന്നതാ. കൈ കെട്ടി എടുത്തിട്ട് നോക്കറ. എങ്ങനെയുണ്ട് എൻ്റെ വളകാപ്പ് ഡെക്കറേഷൻ? എല്ലാം ഇത് ഷീറ്റ് വാങ്ങിയതാണ്, ഞാൻ വിചാരിക്കരുത്. പിന്നെ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള കുറച്ച് വെള്ളപ്പൂവിൻ്റെ ബാക്കിയുള്ളത് എടുത്തിട്ട് വെച്ചുകൊണ്ട് ട്രൗസർ അയച്ചാ ഈടിങ്ങനെ വെച്ച് തൽക്കാലം ഈടിയും കൂടി വെച്ചിട്ട് നമ്മൾ കളറാക്കിയിട്ടുണ്ട്. വളയിലെടുത്ത് നല്ല സെറ്റാക്കി വെക്കട്ടെ. അതിലല്ല മറ്റേ വെച്ചാൽ പോരാ. ആ അതിൽ തന്നെ. ആരെയാ വളകാപ്പ് നിങ്ങളുടെ ഇതിന്? ഷർട്ട് ഇട്ടിട്ടാ, പക്ഷെ അച്ഛനിട്ടിട്ട് അച്ഛനെ കാണിച്ചത് ഷർട്ട് എടുത്തു. മോള് പറയാ നെയ്യപ്പോ വേറെ നിനക്ക് തരണ്ട, ലഡുവും തരണ്ട, പേട മാത്രം തന്നാ മതി എല്ലാരും. ഓൻ പറയാ പേട മൊത്തം ഒക്കെ പൊതിഞ്ഞു കൊടുത്തേക്കണേന്ന്. ഇവിടെ നിന്ന് തീർത്തിട്ടേ വിടുവോളാ. ആപ്പിള് കുറച്ച് വെള്ളം കുറഞ്ഞ് തക്കാളി എടുത്ത് വെച്ചാലോന്ന് പറയാൻ സാധിച്ചു. അടിയിൽ നോക്കും മുകളിൽ ആപ്പിള്. ഇനി ഓളി ഇരിക്കുകയോ വേണ്ടു. കലക്കല അടുത്ത ചടങ്ങ്. അത് സജഷൻ ഉണ്ടാ? എന്നേ ഇത് മൊത്തം നിന്റെ തലയിലൂട്ടി ആക്കും ഞാൻ. കളഭം മൊത്തം കുളിപ്പിച്ചിട്ട് പൊടിഞ്ഞു. അമ്മ കുറേശ്ശെ ആക്ക ഉള്ള കുളങ്ങളല്ല. ആ മതി. ആ അടിപൊളി. ആ എന്നിട്ട് ചിരി വയ്ക്കാട്ടെ, എന്തോ യുദ്ധം ജയിച്ച പോലെ. അതറിയാത്ത ഒരാള് നിന്റെ വേക്കിലതാ. എന്നാ സംഭവം മനസ്സിലാവാത്ത കാണിച്ചേ. പെൻസിലും ബുക്കും എല്ലാം എടുത്ത് വെള്ളത്തിലെല്ലാം എടുത്ത് കൊണ്ടുപോയി. എന്തോ ഇത്ര പെൻസിലുണ്ട്. കലാകാരൻ
പ്രഡിക്ഷൻ 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 രാജ പറയണേ. വരുന്നവർ അവരുടെ വോട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും കാണിച്ചു. ഇവൻ കാല് വരക്കാൻ പഠിച്ചില്ല, അതുകൊണ്ട് ഇവിടെ കാല് നമ്മുടെ ടീം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2 വണ്ടികളിലായി. പിടിച്ച അന്ന് ഇറങ്ങാനൊരു ബുദ്ധിമുട്ട്. യേശുവിന്റെ അമ്മ ഇടക്കിടക്ക് ഇറങ്ങിയിട്ട് 2 ഐസ്ക്രീം എല്ലാം തിന്നിട്ട് വന്നാ പോരെ. എന്നിട്ട് നേരത്തെ വരണ്ടേ? ഉണ്ട്. നമസ്കാരം. എന്ത് കേറി കേറി. മോന് വെറുതെ കണ്ടോണ്ട് എത്തിയില്ല. എനക്ക് വേണോ? ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. നല്ലോണം മാറ്റി വെച്ചോ, ഒട്ടും കുറക്കണ്ട. ലഡു വേണ്ട, ജിലേബി വേണ്ട, പേട കൊടുക്കും. ഇനി വിടണം. മതി പേര് ഞാൻ കുറേ മതിയപ്പാ. ശക്തി എടുത്തിട്ട് ആക്കിയ പിന്നെ വലിയ നോക്കി എടുത്താ അമ്മ ഓരോരുത്തരും കൂടിയും പോയി. ഇത് നന്നായിട്ട് ഇരിക്കുന്നു. മൂക്ക് ഞാൻ ഇട്ട് കൊടുക്കട്ടെ. മഞ്ഞൾ അങ്ങനെ തന്നെ മൂക്ക് കൊടുക്കുന്ന എന്നാ അപ്പം കൊടുക്കുവോ, അതിലേച്ച് കൊടുക്കുവാ? എന്തെയാ മതിയായി ആകുന്നില്ല. കൊടുക്കുന്ന ഇച്ചു കൊടുക്കുന്ന വേമ കൊടുക്കുന്ന വേമ കൊടുക്കും, അപ്പം കൊടുക്കുവാ? ഇച്ചു കൊടുക്കണേ, വേമ കൊടുക്കണേ. മൂക്കിന് 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 മതി. ഓ അതാ ഡയറയുടെ കണ്ടിട്ട് അമ്മേനെ കാണായിട്ടാ, അമ്മേനെ കാണായിട്ടാ. അങ്ങ് വരുന്ന രണ്ടാക്കും റെഡി. ഇവിടെ ആരും എടുക്കാത്ത വെറൈറ്റി നെയ്യപ്പം എടുത്തുകൊണ്ട് പട പൊന്തുന്നില്ല. പട പൊന്തുന്നില്ലെങ്കിൽ കളിക്കാൻ പോയാ പോലെ ജീനളയ പോലെ ഫസ്റ്റ് ജീനളയവ ഒരു പരിപാടി. പ്രഡിക്ഷൻ ഏതാണ്?
ഗേളാണോ ബോയ് ആണോ? ബോയ് ആണ് മുരളേമ്മ. ജീനമ്മേന്റെ അഭിപ്രായത്തിൽ coming മാറ്റി boy. പറയാ ഇത് തെളിവാണ് ഇത് കേട്ടോ തെളിവിന് എല്ലാവരും. വേണ്ടിട്ടാണ്. ഇല്ല മാറ്റി പറ ആ ഒട്ടിച്ചോ? ഒരു ചില്ലയിൽ ഒട്ടിക്കൂ. ബേബി ബോയിയാണേ ഇനി ആര് വാ. ഇപ്പഴത്തെ ആൺകുട്ടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നീല എടുക്കാം, പെൺകുട്ടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരു ചില്ലയിൽ ഒട്ടിച്ചാൽ മതി. പെൺകുട്ടി റോസ്. പെൺകുട്ടി റോസ്. ഓളെ നോക്കൊന്നും വേണ്ട. ആ ഒരു ചില്ലയിൽ ഒട്ടിച്ചാൽ വീഡിയോ ഉറപ്പാ? ഉറപ്പാ? ഉള്ളതായിരിക്കും. ആൺകുട്ടിയാണെങ്കിൽ നീല, പെൺകുട്ടിയാണെങ്കിൽ വളയിട്ട് കൊടുക്കണേ, വളയിട്ട് കൊടുക്കുവാ. തെറ്റാറില്ല. എന്താ ഇപ്പുറത്ത് എടുത്തു. അമ്മായിയല്ല അവരെടുത്തു. അമ്മായിയെല്ലാം അമ്മായി മുകളിൽ പോയി. അല്ല അതില്ല, അറിഞ്ഞോണ്ടാണ്. എങ്ങനെ? പെൺകുട്ടിയാണെങ്കിൽ റോസ്, ആൺകുട്ടിയാണെങ്കിൽ നീല. രണ്ടും എടുത്ത് ഒട്ടിച്ചാളി ഇപ്പൊ. ആൺകുട്ടിയാണെങ്കിൽ നീല, പെൺകുട്ടിയാണെങ്കിൽ റോസ്. എവിടെയെങ്കിലും അറ്റത്തെ എവിടെയെങ്കിലും ഓടിച്ചോ. ആ ഇനി നമുക്ക് അറിയേണ്ടത് അച്ഛന്റെ പ്രതീക്ഷകളെയാണ്. അച്ഛനെന്നാ പ്രതീക്ഷിക്കുന്നത് നോക്കട്ടെ. വാ, എന്റെ പ്രഡിക്ഷനെ കാരണം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഹെച്ചൂട്ടിനെ വിളിക്കണേ, ഹെച്ചൂട്ടിനെ വിളിക്കണേ. അറിയാലോ. കൂട്ടിക്കണോ? നീ കൂട്ടിക്കോളൂ. അല്ല ഞാൻ കൂട്ടിക്കണ്ട സായിജേ. ആ ഒന്ന് ഫോണ് വെച്ചേട്ടൻ. ബിഗ്ഗസ്റ്റ് ഇത് പ്രഡിക്ഷൻ എടുക്കൂല, എല്ലാവർക്കും അറിയാം. നോക്കാലോ. മയാമല്ലോ. അൻപിയുടെ ഒക്കെയല്ലേ. ഒന്ന് 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 പോയ വേണ്ടേ? ആ ഇതാണ് നമ്മള് പ്രതികാരം തീർക്കുന്നത്. ഇവിടെ പറഞ്ഞു കൊടുത്തിട്ട് എന്റെ മൂക്കിനും മുഖത്ത് കല്ലാടിയാക്കണം. കുറച്ച് മൂക്ക് കല്ലോടാക്കണം. ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ അരിമരിക്കലാണ് നമ്മുടെ ചടങ്ങ്. ഓ ആളുകളുടെ ഇരുന്നു. ഇല്ലേ ഓക്കെ. വരച്ചിട്ട് എന്തിനാ സമയം കളയുന്നു? ഞാൻ പറഞ്ഞു വരച്ച് കഴിഞ്ഞിട്ട് നീ കണ്ടോ. അങ്ങനെ നമ്മളെ വളകാപ്പെല്ലാം കഴിഞ്ഞ് അവള് വണ്ടി കയറി പോയി. ഇപ്പം അങ്ങ് ഏകദേശം പയ്യന്നൂരെത്തിയിട്ട് ചായ കുടിക്കുന്നുണ്ട് ഞാൻ വിളിച്ചാൽ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ആയി ഭക്ഷണമെല്ലാം കഴിച്ച് ഇങ്ങനെ ഇരിക്കലാണ്.
ഫുൾ ടൈം നമ്മളെ വീഡിയോഗ്രാഫറായിട്ട് ഇന്ന് കൂടെ നിന്ന ഏട്ടത്തിക്ക് അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു. അതുകൊണ്ട് അത് എന്നെ വേറെ ഒന്നല്ല കേട്ടാ, കണ്ടിട്ടുണ്ടാവില്ല. ഞാനിന്ന് രാവിലെ ഇട്ട വീഡിയോന്റെ അകത്ത് ഏട്ടത്തി എവിടെയാന്ന് പറഞ്ഞൊരു കമന്റ് വന്നിന് ഞാനാ വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് കട്ടിളവപ്പിന്റെ വീഡിയോ ഞാൻ റീലാക്കി എടുത്തതിന്റെ അകത്ത് അതിന്റെ അകത്ത് ഇല്ല റീലിൽ കാണിച്ചിട്ട് റീൽ എടുത്തതിന്റെ അകത്ത് എവിടെയില്ലല്ലോ. റീൽ എടുത്തതിന്റെ അകത്ത് ഇവരുടെ മുഖം കാണിക്കാത്തതുകൊണ്ട് എനിക്ക് സങ്കടമായി പോയി. അത് കമന്റ് വന്നേരാ ഞാൻ അത് ശ്രദ്ധിച്ചു തന്നെ. ഞാൻ എടുത്ത് കൊടുത്തോണ്ട് അല്ലെങ്കിൽ എല്ലാം തിരക്കാണ്. കാരണം അവര് കട്ടിലോപ്പ് ഒരു ദിവസമായി പോയി. ഇപ്പൊ കാണിച്ചിട്ടാന്ന് വേണ്ട അല്ല കട്ടിലോപ്പ് ഒരു ദിവസവും നടത്തി ഇതും നടത്തി. അപ്പൊ രാവിലെ അതിന്റെ തിരക്കും എല്ലാം കൂടി ഇവിടുത്തെ തിരക്കും എല്ലാം ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിക്കാൻ പറ്റും. പിന്നെ നമ്മളിതാ ഈ ഒരു പരിപാടി ഈ ഒരു സംഭവം വൻ വിജയകരമായി ഇല്ലെങ്കിലും എന്നാലും പകുതി വിജയകരമായി കേട്ടാ. നമുക്ക് നോക്കാലോ കുറച്ച് കഴിഞ്ഞാൽ ആവശ്യം വരും. എടുത്ത് വെച്ചാൽ തെളിവിന് വേണ്ടി എടുത്തു വെച്ചാൽ കുറെ ആൾക്കാർ പിന്നെ പറയുന്നത് മാറ്റി ഇത് പെൺകുട്ടി തന്നെ ഇത് പെൺകുട്ടി തന്നെ എന്നെല്ലാം പറയുന്ന ആൾക്കാർ ഇതാ മെയിൻ ആണെന്ന് ഇവിടെ ഇരിക്കുന്ന ഇതാ. അതുകൊണ്ട് ആരായാലും പ്രശ്നമില്ല. പക്ഷെ എനിക്കെല്ലാം ഉള്ളൊരു അഭിപ്രായം ആയിരിക്കും പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെറുതെ ഏതോ ഒരു റീല് കണ്ടേരാ അതിൽ കണ്ട റീലിനകത്ത് ഞാൻ പെട്ടെന്ന് വരച്ചിട്ട് കാരണം പ്രിന്റ് ഒന്നും എടുക്കാൻ സമയമില്ലേനു. അതുകൊണ്ട് ഞാൻ തന്നെ രാത്രി കണ്ടപ്പോഴേക്ക് ഇരുന്ന് വരച്ച് എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ട് കടലാസം കീറി അങ്ങ് വെച്ചു. എന്നിട്ട് വെറുതെ ആക്കിയതാണ്. വന്നവരെല്ലാരും ഒന്നും ഒട്ടിച്ചില്ല, കുറച്ചാൾക്കാർ. എന്നാലും ഇതിൽ ഭൂരിപക്ഷമായിരിക്കാം ഗേളിനാണ് ഇവിടെ മുൻതൂക്കം കിട്ടിയിട്ടുള്ളത്. എല്ലാരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. നോക്കാം നമുക്ക്. ആരായാലും വരട്ടെ ഇങ്ങോട്ട് അല്ലേ. ഇത് പിന്നെ വെറുതെ ഒരു രസത്തിന് കേട്ടോ. കാരണം എല്ലാ കമന്റിലും ഇങ്ങനെ കാണാം ഇത് മോള് തന്നെ ഇത് മോൻ തന്നെ എന്നുള്ള കമന്റ് കുറെ ആൾ ഇടുന്നതാണ്. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രം നമ്മൾ ഇത് ചെയ്ത്. അപ്പൊ നമ്മളെ ഫാമിലിയിൽ ആയിരിക്കല്ല പണ്ടേ ആള് പറയുമ്പോൾ കാണുമ്പോൾ തിരിയും അതെല്ലാം വെറുതെ ആണ് നമ്മളെ വിശ്വാസം. എന്റെ വിശ്വാസം മുഖം കാണുമ്പോൾ തിരിയും. ഇവരുടെ ടൈം എല്ലാവരും പറഞ്ഞ എല്ലാരും പറഞ്ഞ ഇത് പെൺകുട്ടി തന്നെയാണെന്നെല്ലാം പറഞ്ഞു. ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും ഓരോ മാറ്റായിരിക്കും. എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് വിഷയമല്ല. പക്ഷെ ഇത് രസം അടിപൊളിയാക്കി. ഇത് വെറുതെ ഒരു രസത്തിന് വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഒരു ചടങ്ങും കൂടി കഴിഞ്ഞു. നമ്മള് കാത്തിരിക്കലേ 7 മാസം ആവാൻ. അതിലെടുത്തിന് എടുക്കാൻ നിൽക്കുക. അപ്പൊ നമ്മളെ പരിപാടിയുള്ള കഴിഞ്ഞ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ എല്ലാരും പോയി. നമ്മള് മാത്രം ബാക്കിയായി. കുറച്ചാളൊരു ഇതായിരിക്കും. പിന്നെ ഇവൻ 2 ദിവസം കഴിഞ്ഞാൽ കാണാൻ പോകും. ഇവൻ കാണാൻ പോകും. ഇവിടുത്തെ എല്ലാ പരിപാടിക്കും ഏറ്റവും ആദ്യവും ഏറ്റവും അവസാനവും പോകുന്ന ആളാണ് ഇവർ രണ്ടാളും. ഏറ്റവും ആദ്യം വരുന്നത് ഏറ്റവും അവസാനം പോകുന്നു. കടലാസ് പിന്നെന്താ. അപ്പൊ ഇപ്പൊ വേറൊന്നുമില്ല. അപ്പൊ അങ്ങനെ വളകാപ്പ് കഴിഞ്ഞു. കുറച്ച് ദിവസം നിന്നിട്ട് വരും. ഇവ 2 ദിവസം കഴിഞ്ഞാൽ കാണാൻ പോകും. നമ്മള് നോക്കിക്ക. സാധാരണ ഇവ കൊണ്ടുവിടലാണ്. അതുപോലെ സാധാരണ ഇവ കൊണ്ടുവിടലല്ലേ ഓളാ. ഇന്ന് അവര് കൂട്ടാൻ വന്നുകൊണ്ട് അതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. ഇവര് പോകുന്നില്ലല്ലോ. അത് ഇറങ്ങുമ്പോ എന്തായാലും ഉണ്ടാവും സങ്കടം. പിന്നെ അപ്പൊ വേറൊന്നുമില്ല. അപ്പൊ ഓക്കെ, നമുക്ക് ഇനി അടുത്ത പരിപാടി കാണാം.